RS ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മനഃപക്ഷക സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്നലെ രാത്രി നടന്ന UCL സെക്കൻഡ് ക്വാർട്ടർ ഫൈനൽ മത്സരത്തിലെ റയൽ മാഡ്രിഡ് വേഴ്സസ് ആഴ്സണൽ മത്സരത്തെ കുറിച്ചാണ്. നമ്മളെല്ലാ ഫുട്ബോൾ പ്രേമികളും കാത്തിരുന്നത് റയലിന്റെ ഒരു കംബാക്കിന് വേണ്ടിയിട്ടായിരുന്നു. റയല് തിരിച്ചു വരും, അതിന് ചരിത്രങ്ങൾ ഇതുവരെ അങ്ങനെ ഉണ്ട്. അതുകൊണ്ട് ഇന്നലെ ആഴ്സണലിന്റെ കൂടെ ഒരു കംബാക്കിന് വരുന്നെന്ന് പ്രതീക്ഷ എല്ലാവരും കാത്തിരുന്നത്. പക്ഷെ ഇന്നലെ റയല് തികച്ചും നിരാശപ്പെടുത്തിയ മത്സരമാണ് ഇന്നലെ കാഴ്ചവെച്ചത്. ആഴ്സണൽ 2-1 വിജയിച്ചു ഇന്നലെ ബെർണബോയിൽ വെച്ചിട്ട്. 5-1 അഗ്രിഗേറ്റിൽ സെമി ഫൈനലിലേക്ക് ആഴ്സണൽ കയറുകയും റയൽ മാഡ്രിഡ് ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് പുറത്താവുകയും ചെയ്തു. എന്താ പറയുക, കളിയിൽ ഉടനീളം ബോൾ കുറെ ഹോൾഡ് ചെയ്തല്ലാതെ റയൽ മാഡ്രിഡ് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഫസ്റ്റ് ഹാഫിൽ ഒരു ഷോട്ട് ഓൺ ടാർഗറ്റ് വരെ അടിക്കാതിരുന്ന റയൽ മാഡ്രിഡ് കളി തുടങ്ങി 11-ാം മിനിറ്റിൽ തന്നെ സാക്കയിലൂടെ ഒരു പെനാൽറ്റി കിക്കാണ് റയൽ മാഡ്രിഡിന് കിട്ടിയത്, ആഴ്സണലിന് കിട്ടിയത്. പക്ഷെ സാക്ക എടുത്ത പനങ്ക കിക്ക് കോർട്ടുവ സിമ്പിളായിട്ട് തടുത്തിട്ട് അങ്ങനെ റയലിന് ഒരു ഊർജം കിട്ടിയത് ആ ടൈമിൽ. പിന്നെ കുറെ ബോൾ കൊണ്ടുപോകുന്നുണ്ട് അവരുടെ പെനാൽറ്റി ബോക്സിന്റെ അടുത്ത് വെച്ചിട്ട്, ഇത് സോൾ ഔട്ട് ആവാണ്. പിന്നെ കളി ആഴ്സണലിന് കിട്ടിയ അവസരങ്ങളൊക്കെ മുതലായിക്കൊണ്ട് 64-ാം മിനിറ്റില് സാക്കയിലൂടെ തന്നെ ഫസ്റ്റ് ഗോള്, അത് അതിസുന്ദരമായ ഒരു അസിസ്റ്റിലൂടെ സാക്കയിലൂടെയാണ് ആ ഗോള് കോർട്ട് തന്നെ ചിപ്പ് ചെയ്തിട്ടാണ് ആ ഗോൾ വീഴുന്നത്. അതിനുശേഷം 67-ാം മിനിറ്റിൽ തന്നെ ആഴ്സണലിന്റെ ഗോൾ കീപ്പർ ഇട്ട് കൊടുത്ത ബോൾ ഡിഫൻസിന്റെ ഒരു ചെറിയൊരു പിഴവ് കൊണ്ട് വിനീഷ്യസിന് ബോൾ കയറി കിട്ടി. പെനാൽറ്റി ബോക്സിന്റെ ഉള്ളിൽ കയറിയിട്ട് വിനീഷ്യസ് ഗോളി പോലും അപ്പോസിലില്ല, ഗോളിലേക്ക് അടിച്ച് 1-1 സമനില നേടി. പിന്നെയും അപ്പൊ നോക്കുമ്പോൾ 4-1 അഗ്രിഗേറ്റ് ഉണ്ട്. ഇനി 10-25 മിനിറ്റുകൾ മാത്രമേ ബാക്കിയുള്ളൂ. അതുകൊണ്ട് ആഴ്സണൽ പിന്നെയും ആ മിഡ്ഫീൽഡിൽ ഭരിച്ചു. റൈസിന്റെ കാര്യമൊന്നും പറയണ്ട, ഇന്നും ആൾക്കാണ് മാൻ ഓഫ് ദി മാച്ച് കിട്ടിയിരിക്കുന്നത്. ആളുടെ കളി ഇന്ന് ഗോളൊന്നും അടിച്ചില്ലെങ്കിലും അതിസുന്ദരമായിരുന്നു കളി. ബോൾ എങ്ങനെ കൺട്രോൾ ചെയ്തിട്ട് ബാക്കിലും അതേപോലെ ഫോർവേഡിലേക്കും സപ്ലൈ ചെയ്യലും എല്ലാം അടിപൊളിയായിരുന്നു. അതേപോലെ മാർട്ടിനലി ഇന്ന് അടിപൊളിയായിട്ട് കളിച്ചിട്ടുണ്ട് ആ വിങ്ങില്. സാക്ക ഈ വിങ്ങിലൂടെ 2 വിങ്ങുകളിലും അത് ഇന്ന് അത്യാവശ്യം നല്ല കളി വരുന്നത് അങ്ങനെയാണ്. മിഡ്ഫീൽഡിൽ ബോൾ ഹോൾഡ് ചെയ്ത് റൈസ് അടിപൊളിയായിട്ട് കളിച്ചത്. അങ്ങനെ അതിന്റെ പരമായി മാർട്ടിനസ് 93-ാം മിനിറ്റിൽ, 96 മിനിറ്റാണ് എക്സ്ട്രാ ടൈം ഉണ്ടായിരുന്ന, 6 മിനിറ്റ് ആയിരുന്നു. 93-ാം മിനിറ്റിൽ റയലിന്റെ നെഞ്ചത്ത് അവസാന താണി അടിച്ചു. 5-1 അഗ്രിഗേറ്റിൽ ജയിച്ചു. ആഴ്സണൽ സെമി ഫൈനലിൽ കയറി ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് റയൽ മാഡ്രിഡ് പുറത്തായി. എനിക്ക് തോന്നുന്നു ബാഴ്സയ്ക്ക് ശേഷം ഈ സീസണിൽ ഇത്രയും ഡൊമിനേറ്റ് ആയിട്ട് റയൽ മാഡ്രിഡ് തോൽപ്പിച്ചത് ആഴ്സണലാണ്. അവർ ശരിക്കും റയൽ മാഡ്രിഡ് പഠിച്ച് എങ്ങനെ ബെർണബോയിൽ ഒന്ന് കളിക്കണം എന്ന് തീരുമാനിച്ചിട്ട് അവർ വന്നത്. അവരുടെ കോച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ കളിക്ക് പുറത്തുള്ള സംസാരമില്ല, ഗ്രൗണ്ടിൽ വന്ന് ഞങ്ങൾ സംസാരിച്ച് കാണിച്ചു തരാം, ബെർണബോയിൽ വന്ന് ഞങ്ങൾ സംസാരിച്ച് കാണിച്ച് കളി കാണിച്ചു തരാം എന്ന് പറഞ്ഞു. പക്ഷേ ആൾ അതേപോലെ തന്നെ ചെയ്തു. അങ്ങനെ 5 ഗോള് വാങ്ങി 1 ഗോളാണ് അടിച്ചത്. അതും അവരുടെ ഒരു മിസ്റ്റേക്കിലാണ് വിനീഷ്യസ് ഒരു ഗോൾ നേടിയിരിക്കുന്നത്. പക്ഷെ റയലിന് തീരെ ഈ കളിയിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. എംബാപ്പനെ 74-ാം മിനിറ്റിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, എൻട്രിക്കിനെ ഇറക്കി, മോഡ്രിച്ചിനെ ഇറക്കി, അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ടുകളൊക്കെ ട്രൈ ചെയ്ത് നോക്കി. പക്ഷെ റയലിന് ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരും ഒരു 80 മിനിറ്റിന് ശേഷം റയലിന്റെ ആ പഴയൊരു ഫയർ പ്രതീക്ഷിച്ചിരുന്നു, അതും കാണാൻ കഴിഞ്ഞില്ല. അപ്പോഴൊക്കെ കൺട്രോൾ ചെയ്ത് ആഴ്സണലിനായിരുന്നു. ബോൾ പൊസിഷനൊക്കെ കുറെ റയലിന്റെ അടുത്ത് ഉണ്ടായിരുന്നെങ്കിലും ആഴ്സണലിന് കിട്ടിയ ബോളെല്ലാം ഹോൾഡ് ചെയ്ത് എങ്ങനെ ഡിഫെൻസ് ചെയ്യണം, വിനീഷ്യസിനെ എങ്ങനെ പൂട്ടണം. എംബാപ്പെ ഒന്നും ചിത്രത്തിൽ ഉണ്ടായിരുന്നില്ല. വിനീഷ്യസ് ആണ് വിങ്ങിലൂടെ കുറച്ച് അറ്റാക്ക് ചെയ്തിട്ടുണ്ടായത്. എംബാപ്പെ റോഡ്രിഗോ ഒന്നും ചിത്രത്തിൽ ഉണ്ടായിരുന്നില്ല. അത്രയും മനോഹരമായിട്ടാണ് ആഴ്സണൽ കളിച്ചത്. ശരിക്കും ആഴ്സണൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഇവർക്കൊരു പഴയ പേരുണ്ട്, ബസ് പാർക്കിംഗ്. അത് ഇന്ന് റയലിനെതിരെ നടത്തി. ആ ഒരു ഗോൾ ഒഴിച്ചാൽ ബാക്കി കിഡിലോസ്കി എന്ന് പറയാൻ കളി. അതേപോലെ തന്നെ കോർട്ടുവയുടെ ഒരു ഫോം അടിപൊളിയായിട്ട് ആള് സേവ് ചെയ്തില്ലായിരുന്നെങ്കിൽ, ആളൊരു 4-5 സേവ്, നല്ല അടിപൊളി സേവ് നടത്തിയിട്ടുണ്ട്. ഇല്ലായിരുന്നെങ്കിൽ ഒരു 2-3 ഗോൾ എക്സ്ട്രാ കയറി തന്നെ. റയലിനെ അതിൽ നിന്ന് രക്ഷിച്ചത് കോർട്ടോ ആണ്. കളിയുടെ സ്റ്റാറ്റസിലേക്ക് കടക്കാം. സ്റ്റാറ്റസിലേക്ക് നടക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഏകദേശം ഇന്നത്തെ കളിയുടെ നിലവാരം എന്താണെന്നറിയാം. 18 ഷോട്ടുകളാണ് റയൽ മാഡ്രിഡ് എടുത്തത്. അതിൽ ജസ്റ്റ് 3 ഷോട്ടുകൾ മാത്രമേ ഓൺ ടാർഗറ്റിലേക്കുള്ളൂ. അതേസമയം ആഴ്സണൽ 11 ഷോട്ട് എടുത്തതിൽ പകുതിയിലധികം 6 ഷോട്ടുകൾ ഓൺ ടാർഗറ്റിലേക്കായിരുന്നു. 67% ബോൾ പൊസിഷൻ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ബോൾ തട്ടി കളിക്കലില്ലാണ്ട് ഇവർക്ക് അവരുടെ പെനാൽറ്റി ബോക്സിൽ പോയിട്ട് അവരുടെ ഗോളി വരെ നമുക്കൊന്ന് ഗോളടിച്ച് അവരൊന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് നടന്നില്ല. 33% ആഴ്സണലിന്റെ ഗോൾ പൊസിഷൻ ഉണ്ടായിരുന്നു. അതുപോലെ 18 ഫോൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 15 ഫോൾ ആഴ്സണലും കമ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. യെല്ലോ കാർഡ് 3-2 10 കോർണർ വിൻ ചെയ്തിട്ട് റയൽ മാഡ്രിഡിനെ പോലെ ടീം 10 കോർണർ വിൻ ചെയ്തിട്ട് അതിലൊരു ഗോൾ ആക്കാൻ പറ്റില്ല എന്നുള്ളത് ഭയങ്കര നിരാശാജനകമായ കാര്യമാണ്. അത്രയും നല്ല ഡിഫൻസ് ആണ് ആഴ്സണലിന്റെ ഭാഗത്തുണ്ടായിരുന്നത്. അതേപോലെ 4 കോർണർ ആയിരുന്നു ഉണ്ടായിരുന്നത് ഈ ഭാഗത്ത് ആഴ്സണലിന്. അവര് നല്ലപോലെ അത് മുതലാക്കാൻ നോക്കി.
അവർക്ക് കോർട്ടോവ സേവ് ഇല്ലായിരുന്നെങ്കിൽ അവർക്ക് ഇനിയും 1-2 ഗോൾ അടിക്കാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു. പക്ഷെ അത്യാവശ്യം 3 ഗോളിന്റെ ലീഡ് ഉണ്ട്. ഇന്നൊരു ഗോൾ അടിക്കുകയും ചെയ്തു. അപ്പോൾ അവർ 4-1-ൻ്റെയാണ്. ഇനി എന്തായാലും റയൽ മാഡ്രിഡിന്റെ അവസാന ടൈമിലാണ് അവരുടെ കളിയൊന്നും പുറത്തെടുക്കല്. പക്ഷെ ഇന്നൊന്നും നടന്നില്ല. മോഡ്രിച്ചും സബ്സ്റ്റിറ്റ്യൂട്ടുകളൊക്കെ ഒരുപാട് വന്നെങ്കിലും ബെർണബോയിൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഇനി ആഴ്സണല്, PSG, ബാഴ്സ, ഇന്റർ മിലാൻ. ബയണിനെതിരെ ഇന്റർ മിലാൻ ഇന്ന് ജയിച്ചിട്ടുണ്ട്. ഇന്നും അവരും ഇന്റർ മിലാനും വിജയമായിരുന്നു ഇന്ന് നടന്നത്. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ ബൈ. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടണുള്ള അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നമ്മളുടെ പുതിയ വീഡിയോകൾ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് എത്തിച്ചേരുന്നതായിരിക്കും. താങ്ക് യു.